ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് വീണ്ടും വെട്ടിലാകുന്നു. UDF കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം, ആ അടുത്ത ബന്ധങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. പോറ്റിയിൽ നിന്നും സഹായി രമേശ് റാവുവിൽ നിന്നും അടൂർ പ്രകാശ് സമ്മാനങ്ങൾ സ്വീകരിച്ചു. അടൂർ പ്രകാശ് പോറ്റിയുടെ വീട്ടിൽ സ്ഥിരമായി എത്തിയിരുന്നതായി അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. കമലേഷ് തെക്കേക്കാട്, അടൂർ പ്രകാശിൻ്റെ ബന്ധം അനുദിനം ഇതുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞു വരികയാണ്. പോറ്റിയുമായുള്ള ബന്ധം കേവലം സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ പോയി കണ്ടു എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്, വീട്ടിൽ സ്ഥിരമായി സന്ദർശകനാകുന്നത് മാത്രമല്ല, വലിയ വലിയ സമ്മാനങ്ങൾ സമ്മാനിച്ചിരുന്നത് ഈന്തപ്പഴമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് അയൽവാസി പറഞ്ഞ കാര്യങ്ങൾ? കമലേഷ് തെക്കേക്കാട്. അജിംഷാ, തീർച്ചയായും വലിയ നിലയിൽ കോൺഗ്രസ് ഈ വിഷയത്തോടുകൂടി പുതിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലാകുന്നു, വെട്ടിലാകുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. നേരത്തെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മാത്രമല്ല, നേരത്തെ തന്നെ പല ചടങ്ങുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അടൂർ പ്രകാശിൻ്റെ തന്നെ മണ്ഡലത്തിലെ ചില വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ ബംഗളൂരുവിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇവർ ഒരുമിച്ച് കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഇവരിൽ നിന്ന്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ രമേശ് റാവു അടക്കമുള്ള ആളുകൾ, രമേശ് റാവു ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ട് അവിടെ നിന്നും കടത്തിയ ആളാണ് രമേശ് റാവു, ബംഗളൂരുവിലുള്ള വ്യവസായിയാണ്. ഇത്തരം ആളുകളിൽ നിന്നെല്ലാം ഈ സമ്മാനങ്ങൾ കൈപ്പറ്റുന്നത്, ഉപഹാരങ്ങൾ കൈപ്പറ്റുന്നത്, അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്തിനാണ് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായ ഒരു മറുപടി പറയാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടില്ല. ഇതുമായി ചേർത്ത് വെക്കുന്നതാണ് ഇതേ ആളുകളെ, ഈ കൊള്ള സംഘത്തെ, ഈ പ്രതികളായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ കൂട്ടിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ, വസതിയിൽ, ഡൽഹിയിലെ ഏറ്റവും സുരക്ഷയുള്ള അവരുടെ വസതിയിൽ ഒന്നിലേറെ തവണ പോവുകയും സോണിയാഗാന്ധിക്ക് ഉപഹാരങ്ങൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തത് എന്തിനാണ്, എന്തുദ്ദേശത്തിലാണ് സോണിയയെ കണ്ടത്, എന്താണ് ചർച്ച ചെയ്തത്, എന്തിനാണ് ഉപഹാരങ്ങൾ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും അടൂർ പ്രകാശ് എന്തിനാണ് ഈ ഉപഹാരങ്ങൾ വാങ്ങിയിട്ടുള്ളത്, അതിന് പ്രത്യുപകാരമായി എന്താണ് അടൂർ പ്രകാശ് ചെയ്തു കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പമാണ് അജിംഷാ ചോദിച്ച കാര്യം കൂടിയുള്ളത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു അടൂർ പ്രകാശ് എന്നുള്ളതാണ് സമീപവാസികളായിട്ടുള്ള ആളുകൾ, അയൽവാസികളൊക്കെ പറയുന്നത്. ഈ കാരറ്റുള്ള വീട്ടിൽ, അതുപോലെ തന്നെ പുളിമാത്തുള്ള വീട്ടിൽ, സഹോദരിയുടെ വീട്ടിൽ, ബംഗളൂരുവിലുള്ള വീട്ടിലെല്ലാം മാറി മാറി അടൂർ പ്രകാശ് പല തവണകളിലായി സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പുളിമാത്തുള്ള വീട്ടിൽ, കാരറ്റുള്ള വീട്ടിലും ഉൾപ്പെടെ സ്ഥിരം സന്ദർശകനായിരുന്നു അടൂർ പ്രകാശ് എന്നതാണ് ഒരു അയൽവാസിയായിട്ടുള്ള വിക്രമൻ എന്നയാൾ പറയുന്നത്. അതോടൊപ്പം അയാൾ പറയുന്നത് തങ്ങളോട് ഉൾപ്പെടെ, അതായത് MP ആണ്, തങ്ങൾക്കറിയാവുന്ന നേതാവാണ്, അതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ തങ്ങളോട് ഉൾപ്പെടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുശലം ചോദിച്ചൊക്കെയാണ് മടങ്ങിപ്പോകാറുള്ളത് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ അയാൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും മൊഴികളും ഒക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ പോലും സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പുകമറയുണ്ടാക്കി, ഇത് ചർച്ച ചെയ്യാൻ പോലും കൂട്ടാക്കാതെ ബഹളമുണ്ടാക്കി പുറത്തിറങ്ങുന്ന പ്രതിപക്ഷത്തെയാണ് കണ്ടത്. പക്ഷേ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പോലും ഇപ്പോൾ കോൺഗ്രസിനെതിരെ തിരിഞ്ഞുകൊത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോൺഗ്രസിൻ്റെ കൂടുതൽ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന നിലയിലേക്ക് തെളിവുകളും ചിത്രങ്ങളും ഒക്കെ വ്യക്തമാവുകയാണ്. നിലവിലുള്ള UDF കൺവീനറായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് പ്രതികളുമായും ഒക്കെ എത്രത്തോളം ബന്ധമുണ്ട്, ആ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും. അജിംഷാദ്.